അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളെയും നോമ്പിനെയും എല്ലാം കബൂൽ ചെയ്യട്ടെ. ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഞാൻ വരാൻ കാരണം, നമ്മുടെ ഇസ്ലാമിൻ്റെ കൾച്ചർ, നമ്മുടെ ഇസ്ലാമിൻ്റെ പദ്ധതികൾ, ഇതെല്ലാവും മറ്റുള്ള സമുദായത്തിന് മാതൃകയാകണം. നമ്മൾ സ്വയം നന്നാവുകയും മറ്റുള്ളവരെ നന്നാക്കി എടുക്കുകയും ശ്രമിക്കുന്ന ആളുകളാണ് നാം. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ഉത്തമ സമൂഹമാണ്, നിങ്ങൾ ലോകത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള ആ ഒരു ഉത്തമ ബോധത്തോടു കൂടി ആയിരിക്കണം നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ ഇടയിൽ അനാചാരങ്ങൾ, അനാവശ്യമായ അനാചാരങ്ങൾ ഒന്നിനെ നിർത്തുമ്പോൾ ഉസ്താദുമാർ പല രൂപത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ നടത്തി ഓരോരോ അനാചാരങ്ങളെ നിർത്തുന്ന സമയത്ത് മറ്റൊരു അനാചാരം മറ്റൊരു രൂപത്തിൽ പ്രദർശിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. ഇത് വളരെയധികം വേദനാജനകമായ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ നോക്കൂ, ഞാനൊരു വീഡിയോ നോക്കി. മംഗലാപുരത്ത് വെച്ചിട്ട് ഒരു പറ്റം യുവാക്കൾ ഒരു കച്ചവടം ചെയ്യട്ടെ, പ്രശ്നം ഇത് ഹറാമ് എന്നല്ല പറയുന്നത്. പക്ഷേ പരിശുദ്ധമായ റമളാനിൻ്റെ രാത്രികളിൽ വൈവിധ്യമാർന്ന പല രീതിയുടെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട് അതിന് പ്രത്യേകിച്ചിട്ട് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ക്ഷണിക്കുന്ന ഒരു പരിപാടി, ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഫുഡ് മേള എന്നൊക്കെ പറയാറുണ്ട് അതിന്. അത് അവരുടെ കച്ചവടത്തിൻ്റെ ഭാഗമായിരിക്കാം. പക്ഷേ മുസ്ലിമീങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ തീറ്റയുടെ ഒരു മതമല്ല. തിന്നാൻ വേണ്ടിയിട്ട് തന്നെ സൃഷ്ടിക്കപ്പെട്ടവരല്ല നമ്മൾ. പ്രത്യേകിച്ചിട്ട് പരിശുദ്ധമായ റമളാനിൻ്റെ ഉദ്ദേശം തന്നെ തീറ്റ കുറക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ, അല്ലാത്ത റമളാൻ അല്ലാത്ത സമയത്ത് 10,000 ഉറുപ്പികയുടെ റേഷൻ നമുക്ക് വേണമെങ്കിൽ നോമ്പിൽ അത് 15,000, 20,000, 25,000 ഉറുപ്പികയാവുകയാണ്. ഭക്ഷണത്തിൻ്റെ ചിലവ് കൂടുകയാണ്. പക്ഷെ അതല്ല, റമളാനിൽ ഭക്ഷണത്തിൻ്റെ ചിലവ് കുറയണം. ഇന്ന് നമ്മൾ രാത്രികളിൽ വല്ലാത്ത രൂപത്തിലുള്ള ഭക്ഷണം കഴിച്ച് രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ഞങ്ങൾ അതിനെ ക്ഷണിച്ചു വരുത്തുകയാണ്. ഇത് മാറണം. നിങ്ങൾ നോക്കൂ, ഹോസ്പിറ്റലിലൊക്കെ പോയി നോക്കിയാൽ അവിടെ അധികമായിട്ടും നമ്മൾ കാണാൻ സാധിക്കുന്നത് പർദ്ദയിട്ട പെണ്ണുങ്ങളും നമ്മുടെ മുസ്ലിം ആളുകളുമാണ്. അതേസമയത്ത് മറ്റുള്ള സമുദായത്തിൻ്റെ ഇടയിൽ രോഗങ്ങളൊക്കെ വളരെ കുറവാണ്. അതിന് കാരണമുണ്ട്, ഭക്ഷണത്തിൻ്റെ രീതിയാണ്. നമ്മളൊക്കെ 24 മണിക്കൂറും ഭക്ഷണം കഴിച്ച് വേണ്ടാത്ത ഫുഡുകൾ, അനാരോഗ്യകരമായ ഫുഡുകളൊക്കെ കഴിച്ച് രോഗം നമ്മൾ ക്ഷണിച്ചു വരുത്തുകയാണ്. ഇതരുത്. പരിശുദ്ധ ഇസ്ലാം ഇതിന് നമുക്ക് നിയമങ്ങൾ തന്നിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർ നമുക്ക് പഠിപ്പിച്ചത്, നിങ്ങൾ ഭക്ഷണം കുറക്കുക, സുപ്രയിൽ വിശക്കുമ്പോൾ നിങ്ങൾ ഇരിക്കണം ഭക്ഷണത്തിന് വേണ്ടി, ആ വിശപ്പ് തീരുന്നതിന് മുമ്പ് എണീക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. അതേസമയത്ത് ഇതിനൊക്കെ പാലിക്കുന്നത് മറ്റുള്ള സമുദായമാണ്. നിങ്ങൾക്കൊക്കെ മുസ്ലിം ഏരിയകളിൽ പോയാൽ അവിടെ രാത്രി 2 മണി വരേക്കും അങ്ങാടി ബജാറുകളിൽ ആ ബോയിലർ കോഴികൾ ആ തീയുടെ മുമ്പിൽ ഇങ്ങനെ ചുറ്റുന്നത് നമുക്ക് കാണാം. അതിൻ്റെ മണം, മുമ്പൊക്കെ നമ്മൾ രാത്രി ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് നല്ല ചന്ദനത്തിരിയുടെ മണമാണ് വീടുകളിൽ നിന്നും അങ്ങാടികളിൽ നിന്നൊക്കെ വരുന്നതെങ്കിൽ ഇന്ന് നല്ല കബാബ് പൊരിച്ച മണമാണ് നമുക്ക് മൂക്കിലേക്ക് അത് വരുന്നത്. അതേസമയത്ത് എൻ്റെ സഹോദരന്മാരെ, മറ്റുള്ള സമുദായത്തെ നിങ്ങളൊന്ന് കണ്ണോടിച്ച് നോക്കൂ. ഉടുപ്പി ഹോട്ടൽ നമുക്കറിയാം. ഉടുപ്പി ഹോട്ടൽ അത് ബ്രാഹ്മണന്മാരുടെ ഹോട്ടലാണ്. അത് 8 മണിക്ക് ക്ലോസ് ആണ്, അതിന് ശേഷം അവർ തുറക്കൂല. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാം പറയുന്നത് അങ്ങനെ തന്നെയാണ്. വേഗം ഭക്ഷണം കഴിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് മഗ്‌രിബാകുന്ന സമയത്ത്, മഗ്‌രിബോട് അനുബന്ധത്തിൽ അസർക്ക് അല്ലെങ്കിൽ വേഗം ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങണമെന്നാണ് മറ്റുള്ള നോമ്പല്ലാത്ത സമയത്തിലുള്ളതായിരിക്കുന്ന നിയമം. അതേസമയത്ത് റമളാനിൽ നോമ്പ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത്തായം, ഇത് നോമ്പ് തുറന്നതിന് ശേഷം രാവിലെ നിസ്കരിക്കുന്നത് വരെ, ബാങ്ക് കൊടുക്കുന്നത് വരെ തീറ്റയാണ്. ഒരു വകയിൽ തീറ്റ തന്നെയാണ്. ഇതൊന്നും ഇങ്ങനെയുള്ള നോമ്പ് കൊണ്ട് നമുക്ക് രോഗം ആരോഗ്യത്തിനേക്കാൾ അധികം അനാരോഗ്യമാണ് ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഫുഡ് ഫെസ്റ്റിവലും അല്ലെങ്കിൽ അതുപോലെയുള്ള വേണ്ടാത്ത ഏർപ്പാടുകൾ, അതിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നത് അതൊരിക്കലും ഇസ്ലാമിക രൂപമല്ല. അത് ഇസ്ലാമിന് വിരുദ്ധമാണ്. കാരണം രാത്രികളിൽ ഇബാദത്ത് ഹോട്ടലുകളിൽ കറങ്ങി ഭക്ഷണം, തരതരങ്ങളായ ഭക്ഷണങ്ങളൊക്കെ തേടി നടക്കുന്ന ഒരു പരിപാടിയല്ല റമളാൻ എന്നുള്ളത്. എന്ന് മാത്രമല്ല, ഈ റമളാൻ എന്നുള്ളത് ഹബ്ബ എന്ന് പറയുന്നുണ്ടതിൽ. ഈ റമളാൻ ഹബ്ബല്ല. റമളാൻ അത് തപസ്സിൻ്റെ മാസമാണ്. റമളാൻ കഴിഞ്ഞിട്ട് ശവ്വാൽ 1 നമുക്ക് പെരുന്നാൾ, ഹബ്ബ. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഇത്തരം വേണ്ടാത്ത
ഏർപ്പാടുകൾ നമ്മൾ ചെയ്താൽ അത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും, നമ്മുടെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടായിരിക്കും, നമ്മുടെ ഇബാദത്ത് കുറഞ്ഞു പോകും, അള്ളാഹു നമ്മുടെ ഭാഗത്തിലേക്ക് നോക്കുകയില്ല. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി സരളമായ ജീവിതം നയിച്ച് നല്ല നിലക്ക് നോമ്പ് നോറ്റുകൊണ്ട് ലഘു ഭക്ഷണങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് ആരോഗ്യവാന്മാരായി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അൽ മൂമിനുൽ ഖവിയ്യു അൽ മൂമിനു സഹിയു ഖൈറും മിനൽ മൂമിനിൽ ദഈഫി. ദുർബലനായ സ്വയംകൃത അപരാധം കൊണ്ട് രോഗം ക്ഷണിച്ചു വരിച്ച, അതായത് സ്മോക്കിംഗ്, അതുപോലെ മദ്യപാനം പോലെയുള്ളതായ മോശപ്പെട്ട ഭക്ഷണ രീതികളെ കൊണ്ട് രോഗം ക്ഷണിച്ചു വരുത്തിയ മൂമിനേക്കാൾ നല്ല ജാഗരൂകരായി നല്ല രൂപത്തിൽ ആരോഗ്യത്തിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന മൂമിനീങ്ങളാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ കുലു വഷ്റബു വലാ തുസ്രിഫു, നിങ്ങൾ തിന്നുക, നിങ്ങൾ കുടിക്കുക, പക്ഷേ ഇസ്രാഫ് അനാവശ്യമായി തീറ്റയും തിന്നലും കുടിക്കലും ഒരിക്കലും അരുത് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നമ്മുടെ ജീവിത ശൈലിയെ മറ്റുള്ളവർക്ക് മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന് ആവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രൂപത്തിൽ അള്ളാഹു പൊരുത്തപ്പെട്ട ജീവിത രൂപത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.